ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാൽക്കപ്പ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിതിനു വേണ്ടി 1.25 കിലോ കപ്പ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കിയതിന് ശേഷം നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കഷ്ണങ്ങൾ മുങ്ങി നിൽക്കാൻ പാകത്തിന് വെള്ളവും കൂടി ഒഴിച്ചിട്ടൊന്ന് പുഴുങ്ങിയെടുക്കാം. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നതിന് വേണ്ടി ചെറിയൊരു തേങ്ങ പിഴിഞ്ഞ് അതിൻ്റെ 1/4 പാൽ ഒരു 1.5 ഗ്ലാസും 2/4 പാൽ ഒരു 2 ഗ്ലാസും എടുത്തു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കപ്പയും നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വെള്ളമൊന്ന് ഊറ്റിയെടുക്കാം. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നതിന് വേണ്ടി ഒരു 6 ചെറിയുള്ളിയും 5 പച്ചമുളകും ചതച്ച് വെച്ചിട്ടുണ്ട്. അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ തേങ്ങയുടെ 2/4 പാൽ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഇത് 2/4 പാലിൽ കിടന്ന് നല്ലപോലെ തിളച്ച് നന്നായിട്ടൊന്ന് കുറുകി വരുന്നത് വരെ കുക്ക് ചെയ്യാം. ഈ സമയത്ത് കപ്പ ഞാൻ ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് ഒരുപാട് ഉടച്ച് പേസ്റ്റ് പോലെ ആക്കിയെടുക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഇതിൽ ഉപ്പ് കുറവായതുകൊണ്ട് കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ 2/4 പാലിൽ കിടന്ന് കപ്പ നല്ലപോലെ തിളച്ച് നന്നായിട്ട് കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയം ഇതിലേക്ക് തേങ്ങയുടെ 1/4 പാൽ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ 1/4 പാൽ ഒഴിച്ചതിന് ശേഷം ഇത് ഒരുപാട് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നന്നായിട്ടൊന്ന് ചൂടായി വന്നാൽ മാത്രം മതിയാവും. അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും ഇത് വാങ്ങി വെക്കുന്ന സമയത്തും കുറച്ച് ലൂസായിട്ട് തന്നെ വേണം വാങ്ങി വെക്കാൻ. കാരണം ഇത് തണുത്ത് വരുന്നതിനനുസരിച്ച് ഒന്നുകൂടി കുറുകി വരും. 1/4 പാലൊക്കെ ചേർത്തതിന് ശേഷം ഇതിപ്പോൾ ചെറുതായിട്ട് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അടുപ്പത്ത് നിന്നും മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വറുത്തിട്ട് കൊടുക്കാം. ഒരു ചീനച്ചട്ടിയിൽ 2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുന്ന സമയം ഇതിലേക്ക് ചെറിയുള്ളി അരിഞ്ഞതും പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉള്ളിയൊക്കെ ചെറുതായിട്ട് മൂത്ത് വരുന്ന സമയം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കപ്പയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാൽക്കപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. അല്ലെങ്കിൽ നല്ല മീൻ മുളകിട്ടതിൻ്റെയും ബീഫ് കറിയുടെയൊക്കെ കൂടെ കഴിക്കാനും നല്ലതാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇത് വീട്ടിൽ ഉണ്ടാക്കി നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം.